ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഗോൾഡൻ ബസാർ. അപ്പോൾ നിങ്ങൾ കേട്ട് കാണും, ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ ഓപ്പണിംഗ്. 25-ാം തീയതി നമ്മുടെ കോന്നി പത്തനാപുരത്തേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിൻ്റെ സമീപമാണ്. മാർക്കറ്റിനൊക്കെ ഏകദേശം അടുത്തായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. കുഴപ്പമില്ല. പുറത്തുനിന്ന് അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ തോന്നുന്നുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലും കാര്യങ്ങളും, കുറച്ച് ബക്കറ്റ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട്. ലോണ്ട്രി ബക്കറ്റുകൾ കാണുന്നുണ്ട്. പിന്നെ അത് സൈഡിലേക്ക് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. പിന്നെ കാണാവുന്ന ഒത്തിരി മെത്തകൾ വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കസേരകൾ, ചെടിച്ചട്ടികൾ, പലതരത്തിലുള്ള ചെടിച്ചട്ടികളുണ്ട്, ടീപ്പോയി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പടിയിലിടുന്ന ചവിട്ടുപടി മാറ്റുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ഒത്തിരി സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ മഗ് പോലുള്ള കപ്പ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. ഒത്തിരി തിരക്കുണ്ട് ഇന്ന്, കാരണം ഓപ്പണിംഗ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ കുറച്ച് ഫോട്ടോസുകൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ക്ലോക്കുകൾ കണ്ടോ, ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും ബില്ല് പേ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, കുട്ടികളുടെ സ്കൂൾ ബാഗുകളുണ്ട്, ചെറിയ കുട്ടികളുടെ ബാഗുകൾ, സ്കൂൾ ബാഗുകൾ, പിന്നെ മാറ്റുകൾ, നമ്മുടെ ബാത്റൂമിൽ വെക്കുന്ന കണ്ണാടി, പിന്നെ ഒത്തിരി ടോയ്സുകൾ കാണുന്നുണ്ട്, പാത്രങ്ങൾ, നമ്മുടെ അയൺ ബോക്സ്, ടേബിൾ ഫാനുകൾ, ബെഡ്ഷീറ്റുകൾ. കുഴപ്പമില്ല, നല്ല കളർഫുള്ളായിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നെ അത് പോയിട്ട് കുറച്ച് ടോയ്സുകളുടെ കളക്ഷൻസ് ഉണ്ട്. ഒത്തിരി ടോയ്സുകളുണ്ട്, കുട്ടികൾക്കുള്ള ടോയ്സുകളുണ്ട്. പിന്നെ ടെഡി ബിയർ പോലുള്ള മറ്റു പാവകൾ. നമുക്കുള്ളിലേക്ക് പോകാം. ലേഡീസിൻ്റെ ബാഗുകളുണ്ട്, ലേഡീസ് ബാഗുകൾ ഒത്തിരി ഉണ്ട്. പല തരത്തിലുള്ള കളറിലുള്ള പല സൈസിലുള്ള ഒത്തിരി ബാഗുകളുണ്ട്, ലേഡീസ് ഉപയോഗിക്കുന്ന ബാഗുകൾ. പിന്നെ ചെരുപ്പുകളുടെ കളക്ഷൻസ് ഉണ്ട്. ഒത്തിരി ചെരുപ്പുകളുണ്ട്, ഇഷ്ടംപോലെ ചെരുപ്പുകളുണ്ട് കേട്ടോ. നല്ല കാണാൻ ഭംഗിയുള്ള ചെരുപ്പുകളുണ്ട്. ചെരുപ്പുകളുടെ റോവൻ ഏകദേശം ഒരു 3-4 അതിൽ കൂടുതലുണ്ട്. ലേഡീസിൻ്റെ ചപ്പലുകളുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡായിട്ട് ജെൻസിൻ്റെ ചപ്പലുകളുണ്ട്. പിന്നെ വീട്ടിൽ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ഷൂസ്, കുട്ടികളുടെ ഷൂസുകളുണ്ട്. ടീഷർട്ടുകളുടെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വേറെ എന്തൊക്കെയുണ്ട്, കുറച്ച് ജീൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ജീൻസ് വെച്ചിട്ടുണ്ട് ഇവിടെ, നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഷർട്ടുകളുണ്ട്. ആൾക്കാർ ഷർട്ടുകളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഷർട്ടുകളുണ്ട്, ടീഷർട്ടുകളുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ വേറെ എന്തൊക്കെയാണ്, ഇത് ബെഡ്ഷീറ്റല്ല, ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ വിരിക്കുന്ന വിരിപ്പ്, അതുണ്ട്. അത് പോയിട്ട് പ്ലേറ്റുകളൊക്കെ വെക്കുന്ന സംഭവങ്ങളുണ്ട്. കുട്ടികളുടെ ഫ്രോക്കുകൾ, കുട്ടികളുടെ ഡ്രസ്സുകളുണ്ട്. അപ്പോൾ കൊള്ളാം, തിരക്കേടില്ലാത്ത നല്ല ഒരു അത്യാവശ്യം കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടോ, നമ്മുടെ സ്റ്റീലിലെ പ്ലേറ്റുകൾ കഴുകി അടുക്കി വെക്കാൻ കഴിയുന്ന പോലുള്ള സ്റ്റാൻഡുകൾ, കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, ഇത് കണ്ടോ, നല്ല പൂക്കളൊക്കെ ഉള്ള നല്ല കളർഫുള്ളായിട്ടുള്ള വേറെ. പിന്നെ നമ്മൾ ഹോട്ട് ബോക്സുകൾ, പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം ഒത്തിരി ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പിന്നെ മസാലകളൊക്കെ ഇട്ട് വെക്കാൻ കഴിയുന്നത്. പിന്നെ ഗ്ലാസ് ഐറ്റംസ്, പല തരത്തിലുള്ള പല സൈസിലുള്ള ഗ്ലാസ്സുകളുണ്ട്, ചില്ല് ഗ്ലാസ്സുകളുണ്ട്, ഭരണിയുണ്ട്. ഇതൊക്കെ മസാലകൾ ഇട്ട് വെക്കുന്ന ടിന്നുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷെ അങ്ങനെയുള്ള കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതുണ്ട്, ജ്യൂസ് ഗ്ലാസ്സുകളുണ്ട്. വേറെ
ഒത്തിരി പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുകളാണ് ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ കപ്പുകളുണ്ട്. കൊള്ളാം, നമുക്ക് പോകാം, മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഓക്കെ, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് കിച്ചൻ്റെ സംഭവങ്ങളൊക്കെയാണ്. കിച്ചണ്, പിന്നെ വൈപ്പറുകൾ. ഇതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ കപ്പുകൾ, സ്റ്റീലിൻ്റെ ചായ ഇരിക്കുന്നത്, പിന്നെ ചെറിയ തവികൾ, സ്പൂണുകൾ. അവിടെ ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട് കണ്ടോ. സ്റ്റീലിൻ്റെ തന്നെ ഒരു സൈഡ് കംപ്ലീറ്റ് സ്റ്റീലിൻ്റെ സാധനങ്ങളുണ്ട്. അരിപ്പുകളും ഈ കുക്കർ പോലുള്ള സംഭവങ്ങളും ചായ ഉണ്ടാക്കുന്ന ചായപാത്രവും, അലുമിനിയത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട്, കലങ്ങൾ. പിന്നെ ഇതെന്താണ്, മൈ സ്വീറ്റ് ഹോം. പിന്നെ ഇത് സോപ്പ് പൊടികളുണ്ട്, ലിക്വിഡ് സോപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ലോഷനുകൾ, പുൽത്തൈലം, ലെമൺ ഗ്രാസിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇത് LED ബൾബുകളാണ്. പിന്നെ സെറ്റി കവറുകൾ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഇതിനകത്തുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബസാറായിട്ടാണ് തോന്നിയത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. പിന്നെ നമ്മൾ പലപ്പോഴും വാഹനം പാർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പല ഇതുപോലുള്ള പല ബസാറുകളും മറ്റ് കാര്യങ്ങളും നമുക്ക് സന്ദർശിക്കാൻ പറ്റാതെ വരും. അല്ലെങ്കിൽ നമുക്ക് പോയി പർച്ചേസ് ചെയ്യാൻ കഴിയാതെ വരും. കാരണം നമ്മൾ കൊണ്ടുവന്ന വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. മെയിൻ റോഡ് അവിടെ വാഹനം പാർക്ക് ചെയ്യാൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ളൊരു പാർക്കിംഗ് ഏരിയ ഇതിനകത്തുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റാണ് ഈ ബജാറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ശരി, ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.